കേരളത്തിലെ പ്രശസ്തമായ ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൊല്ലം ജില്ലയിലെ ശ്രീ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം. ഇവിടെ പ്രധാന ആചാരമായ ചമയവിളക്ക് ഏറെ പ്രശസ്തമാണ്. മീനം 10-11 രാത്രിയിലാണ് ചമയവിളക്ക് നടത്തുക. അഭീഷ്ടകാര്യ സാധ്യത്തിനാണ് പുരുഷന്മാർ സ്ത്രീവേഷത്തിൽ ചമയവിളക്ക് എടുക്കുന്നത്. വിളക്കെടുപ്പിനായി ആയിരക്കണക്കിന് പുരുഷന്മാരാണ് സ്ത്രീവേഷത്തിൽ ക്ഷേത്രത്തിൽ എത്താറുള്ളത്. ആൺമക്കളെ പെൺകുട്ടികളാക്കിയും ഭർത്താക്കന്മാരെ യുവതികളാക്കിയും വിളക്ക് എടുപ്പിക്കുന്നവർ ഉണ്ട്. ചിട്ടയായ വ്രതശുദ്ധിയോടെ വേണം ചമയവിളക്ക് എടുക്കാൻ. കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രം ഇപ്പോൾ നിലനിൽക്കുന്ന ഇടത്ത് ആദ്യം കൊടുംകാടായിരുന്നു. ക്ഷേത്രത്തിന്റെ വടക്കു പടിഞ്ഞാറേ മൂലയിൽ ഭൂതക്കുളം എന്നു പേരുള്ള ഒരു ചെറിയ കുളം ഉണ്ടായിരുന്നു. മഴക്കാലം ആകുമ്പോൾ കുളം നിറഞ്ഞു കവിഞ്ഞു അടുത്തുള്ള പാടത്തേക്ക് ഒഴുകുമായിരുന്നു. വെള്ളവും പുല്ലും നിറഞ്ഞ ഈ പ്രദേശത്ത് സമീപവാസികളായ കുട്ടികൾ കാലികളെ മേയ്ക്കാനായി വരുമായിരുന്നു. ഒരു ദിവസം ആ പ്രദേശത്തു നിന്നും കുട്ടികൾക്ക് ഒരു നാളികേരം വീണു കിട്ടുകയും അടുത്തുള്ള ഒരു കല്ലിന്റെ മുകളിൽ വച്ചു കുത്തിപ്പൊളിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആ സമയം ഒരു ലോഹകഷ്ണം കല്ലിൽ തട്ടിയപ്പോൾ അതിൽ നിന്ന് രക്തം വാർന്നു വന്നു. ഇത് കണ്ട കുട്ടികൾ വീട്ടുകാരോട് കാര്യം പറഞ്ഞു. എല്ലാവരും അത് കാണാനായി എത്തി. പിന്നീട് പ്രമാണിയുടെ നേതൃത്വത്തിൽ പ്രശ്നം വച്ചു നോക്കിയപ്പോൾ ആ കല്ലിൽ ദേവി കുടികൊള്ളുന്നതായി കണ്ടെത്തി. ദേവീക്ഷേത്രം നാടിന്റെ ഐശ്വര്യമാണെന്നും മനസ്സിലാക്കിയതോടെ ക്ഷേത്രം നിർമ്മിച്ചു.